ഹായ്, ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ ഷണൈസി. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മംഗലാപുരത്തെ അത്താവർ KMCക്ക് എതിർവശമുള്ളതും ചക്രപ്പാണി അമ്പലത്തിന് സമീപം ഉള്ളതുമായിട്ടുള്ള അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നിന്നാണ്. കർണാടകത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെയും ഉടുപ്പി ജില്ലയിലെയും ആദ്യത്തെ റുമറ്റോളജി ക്ലിനിക്കും ഇതുതന്നെയാണ്. ഞാനാണ് 2011 കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ ജില്ലയിലെ തന്നെ ആദ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റുമറ്റോളജി തുടങ്ങിയത്. അതിന് കാരണം രണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം, ഞാൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ MBBSന് ശേഷം ഇതേ ഹോസ്പിറ്റലിൽ തന്നെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ DNB റുമറ്റോളജി പൂർത്തിയായതിനു ശേഷം 2011 പയ്യന്നൂരിലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റുമറ്റോളജി തുടങ്ങിയത്. 2011 മുതൽ 2018-19 വരെ ഞാൻ അവിടെ ജോലി ചെയ്തു. അതിനുശേഷം കോവിഡ് വന്നു. ഇപ്പം ആ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിസിഷ്യനാണ്. പയ്യന്നൂരിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റുമറ്റോളജി തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ ഞാൻ KMC ഹോസ്പിറ്റലിലെ ജ്യോതി സർക്കിളുള്ള KMC ഹോസ്പിറ്റലിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റുമറ്റോളജി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് MBBS പഠിച്ചത് KMC ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ടാണ് KMC ഹോസ്പിറ്റൽ ജ്യോതി സർക്കിളിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റുമറ്റോളജി തുടങ്ങിയത്. കോവിഡ് വരുന്നവരെ 2019 വരെ ഞാനായിരുന്നു KMC ഹോസ്പിറ്റൽ ജ്യോതി സർക്കിളിലെ ചീഫ് റുമറ്റോളജിസ്റ്റ്. ആ സമയത്ത് കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് തളിപ്പറമ്പും ചുറ്റുവട്ടത്തുമുള്ള ദേശങ്ങളിൽ നിന്ന് ഒരുപാട് പേഷ്യൻസിന് ഞാൻ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 2020 കോവിഡ് വന്ന ശേഷം ഞാൻ അവരുമായിട്ട് മൊബൈലിലായിരുന്നു ആശയവിനിമയം ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡിന് ശേഷം ഞാൻ കണച്ചൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രൊഫസർ ഓഫ് മെഡിസിനും ചീഫ് റുമറ്റോളജിയുമായിട്ട് ജോയിൻ ചെയ്തു. അപ്പം അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനും ടെലിഫോണിലൂടെ ആശയവിനിമയം ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറഞ്ഞു വന്നു. അന്നേരം തളിപ്പറമ്പിലെ എൻ്റെ ഒരു പേഷ്യൻ്റാണ് എന്നോട് പറഞ്ഞത്, സാറിന് തളിപ്പറമ്പിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വന്ന് പ്രാക്ടീസ് ചെയ്തുകൂടെ എന്ന്. അപ്പം ഞാൻ അവിടെ ചോദിച്ചു, തളിപ്പറമ്പ് ഏത് ഹോസ്പിറ്റലാണ് നല്ലതെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, സാർ ഏതായാലും ഇതിനു മുമ്പ് പയ്യന്നൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. അപ്രകാരം ഞാൻ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലെ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടു, രാഹുൽ സാറുമായിട്ട് ബന്ധപ്പെട്ടു. അതുപോലെ അവിടെയുള്ള ചില സ്റ്റാഫുകളും എന്നെ സഹായിച്ചു, ശശിയേട്ടനെ പോലുള്ള സ്റ്റാഫുകളും എന്നെ സഹായിച്ചു. അങ്ങനെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ രണ്ടാമത്തെയും നാലാമത്തെയും ഞായറാഴ്ച തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ റുമറ്റോളജിസ്റ്റായിട്ട് ഞാൻ വരികയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, ഒരു 15 ദിവസം മുമ്പേ എൻ്റെ ഒരു പഴയ പേഷ്യൻ്റ് വിളിച്ചു ചോദിച്ചു, സാറിപ്പോൾ എവിടെയാണ്, സാറിന് തളിപ്പറമ്പ് വന്ന് പ്രാക്ടീസ് ചെയ്തുകൂടെ എന്ന്. അന്നേരം ഞാനൊന്ന് ഞെട്ടി. കാരണം ഒരു കൊല്ലമായിട്ട് തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ഇദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റ് മൊത്തം നമ്മളിത് ബൂസ്റ്റ് ചെയ്യും. കാരണം എൻ്റെ എല്ലാ പഴയ പേഷ്യൻസിനും എന്നെ തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ കാണാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ ലക്ഷ്യം. സന്ധിവാതത്തിന് അലോപ്പത്തിയിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. ഗവൺമെൻറ് ഘട്ടം ഘട്ടമായിട്ട്, അല്ലെങ്കിൽ ഇൻ എ ഫേസ്ഡ് മാനർ എന്ന് ഇംഗ്ലീഷിൽ പറയുക, പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങൾക്ക് ശേഷം phase 1, phase 2, phase 3 ക്ലിനിക്കൽ ട്രയൽസിന് ശേഷം മാർക്കറ്റിലിറക്കുന്ന മരുന്നിൻ്റെ ഡോസിനെ മാക്സിമം മരുന്നിൻ്റെ ഗുണം, അല്ലെങ്കിൽ ഔഷധ ഗുണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ തെറാപ്യൂട്ടിക് എഫക്റ്റ് എന്ന് പറയാം, പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്ന് പേഷ്യൻസ് പറയുന്നത്, അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് ഡോക്ടർമാർ പറയുന്നത്, തീരെ കുറഞ്ഞതുമായിട്ടുള്ള ഡോസിലാണ് മരുന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ അവയവങ്ങൾക്കൊന്നും ഒരു പ്രശ്നം വരുന്നതല്ല. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ
ആരുടെയും ലിവറും കിഡ്നിയും ശ്വാസകോശവും ഹൃദയവും ഒന്നും മരുന്ന് കൊണ്ട് മോശമായിട്ട് കണ്ടിട്ടില്ല. ഈ മരുന്ന് കഴിച്ചിട്ട് എല്ലാവർക്കും നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അസുഖം വന്ന പെൺകുട്ടികൾ എൻ്റെ മരുന്ന് കഴിച്ചിട്ട് അസുഖത്തിനെ നിയന്ത്രിച്ച് കല്യാണം കഴിച്ചു. പ്രസവിച്ച കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിട്ട് ഭാര്യയും ഭർത്താവും കുട്ടിയും ഗൾഫിലുണ്ട്, സിംഗപ്പൂരുണ്ട്, പിന്നെ പയ്യന്നൂരും ചുറ്റുവട്ടത്തുമായിട്ട് തന്നെ ഉണ്ട്. അതിൽ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, ബസ് ഡ്രൈവർമാരുണ്ട്, ലോറി ഡ്രൈവർമാരുണ്ട്. എല്ലാവരും മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യം വീണ്ടെടുത്തിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പം സന്ധിവാതത്തിന് അലോപ്പതിയിൽ ഫലപ്രദമായിട്ട് ചികിത്സയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇപ്പോഴും രണ്ടാമത്തെയും നാലാമത്തെയും ഞായറാഴ്ച തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസിന് വേണ്ടി വരുന്നുണ്ട്. അപ്പം കണ്ണൂർ ജില്ലയിലെ എല്ലാ പേഷ്യൻസിനും എന്നെ തളിപ്പറമ്പിലെ സഹകരണ ഹോസ്പിറ്റലിൽ വന്ന് കാണാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.